കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും, വയനാട്ടിലെ നിഷ്ഠൂരമാം വിധം പ്രകൃതി വേട്ടയാടിയ വയനാട്ടിലെ ദുരന്തം, ആ ദുരന്തത്തിൽ പൊലിഞ്ഞു വീണ നിസ്സഹായരായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അത് കണ്ട് ആസ്വദിക്കാനായി കേരളത്തിലേക്ക് വന്ന മനസാക്ഷിയില്ലാത്ത, മനുഷ്യരെന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത RSS ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത്. ഇതിന്റെ സൂചനകൾ മുൻപേ കിട്ടിയിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രളയം വേട്ടയാടിയ സമയത്ത് നമുക്ക് നൽകിയ അരിക്ക് പലിശ സഹിതം പണം ഈടാക്കിയപ്പോ, കണക്ക് പറഞ്ഞ് പണം വാങ്ങിയപ്പോ, നമ്മളെ സഹായിക്കാതിരുന്നപ്പോ ഒക്കെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ്. എന്താണ് രാഷ്ട്രീയ കാരണം? കേരളത്തിന്റെ സംസ്ഥാന നിയമസഭയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, നരേന്ദ്രമോദിയുടെ കൂട്ടർക്ക് ഒരൊറ്റ അംഗമില്ല, BJPക്ക് ഒരൊറ്റ MLA ഇല്ല. ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുണ്ടോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരൊറ്റ MLA പോലും കൊടുക്കാതെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് കേരളം. ആ കേരളത്തോട് കടുത്ത വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ശത്രുതയുണ്ടാവുക സ്വാഭാവികമാണ്. അതിനാൽ ഫെഡറൽ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ച് കേരളത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ, ന്യായമായ കേന്ദ്രവിഹിതം തരാതെ, കേരളത്തിന്റെ കടമെടുപ്പ് അവകാശം തടഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് ഇന്നലകളിൽ കേന്ദ്രം തയ്യാറായത്. ഇവിടുത്തെ എല്ലാ നികുതിയും പിരിച്ചുകൊണ്ടു പോവുകയാണ്. അങ്ങനെ നികുതി പിരിച്ചുകൊണ്ടു പോകുമ്പോ ആനുപാതികമായി കേന്ദ്രവിഹിതം തരണം. തമിഴ്നാട്ടിൽ നിന്നും 1 രൂപ പിരിച്ചുകൊണ്ടു പോകുമ്പോ 46 പൈസയാണ് തിരികെ തമിഴ്നാടിന് കൊടുക്കുന്നത്. ഇത് ന്യായമായ ഒരു തുകയല്ല. മറ്റു പല സംസ്ഥാനങ്ങൾക്കും അതിലും കൂടുതലാണ്. ഉത്തർപ്രദേശിൽ നിന്നും 1 രൂപ പിരിച്ചുകൊണ്ടു പോകുമ്പോ 1 രൂപ 73 പൈസ തിരികെ നൽകുന്നു. ബീഹാറിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോ 7 രൂപ പകരം കൊടുക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന കേന്ദ്രവിഹിതം ഉപയോഗിച്ചാണ് സംസ്ഥാനം വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും. കേരളത്തിൽ നിന്നും 1 രൂപ വിവിധ ഇനത്തിൽ കേന്ദ്രം പിരിച്ചുകൊണ്ടു പോകുമ്പോ നമുക്ക് തിരികെ ലഭിക്കുന്നത് 23 പൈസയാണ്. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്ന എല്ലാവരും കേരളത്തെ കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളെ പിഴിഞ്ഞെടുക്കുന്നു, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു. കേരളത്തിനെതിരെ ഒരപ്രഖ്യാപിത യുദ്ധം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിലെ ഒരു യുദ്ധമുഖമായി വയനാടിനെയും കണ്ടു. മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, മനുഷ്യനെന്ന പദത്തിന് അർഹതയില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തെ ചതിച്ചപ്പോ, പറ്റിച്ചപ്പോ, വഞ്ചിച്ചപ്പോ മനോരമ ഉൾപ്പെടെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ പോലും കേന്ദ്ര നിലപാടിനെ വിമർശിക്കാൻ തയ്യാറായി. അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ കേന്ദ്രത്തിനെതിരെ പൊരുതാൻ മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിൽ ഒരു സമരരംഗത്ത് അണിനിരന്നപ്പോ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു സന്ദർഭമായിരുന്നു. കേരളത്തെ തകർക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരളത്തിലെ ജനപ്രതിനിധികളെല്ലാം അണിനിരന്ന സമരം നടന്നപ്പോ ആ സമരത്തോടൊപ്പം നിൽക്കാനല്ല, ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്താനും ഒറ്റിക്കൊടുക്കാനുമാണ് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറായത്. കേരളത്തിനെതിരായ കേന്ദ്ര നീക്കത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് RSSുമായി നീക്കുപോക്കുണ്ടാക്കുന്ന, RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന, RSSന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരള വിരുദ്ധ യുദ്ധത്തിൽ കേരളത്തിന്റെ ശത്രുപക്ഷത്ത് അണിനിരക്കുന്ന വിഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആ ഐക്യദാർഢ്യം RSSന് തിരിച്ച് കേരളത്തിലെ കോൺഗ്രസിനോടുമുണ്ട്. RSSന്റെ രണ്ടാമത്തെ ആചാര്യനായിരുന്ന ഗോൾവൾക്കർ, ആ ഗോൾവൾക്കറാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്
എന്ന് വിചാരധാരയിൽ എഴുതിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് പരസ്യ ആഹ്വാനം നൽകിയ ആ ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSS ഏക മനസ്സോടെ ക്ഷണിച്ച നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ? ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ഏതെങ്കിലും ഒരു RSSന്റെ ദേശീയ നേതാവിനെയല്ല കേരളത്തിലെ RSS ക്ഷണിച്ചത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവെന്ന് കരുതപ്പെടുന്ന VD സതീശനെയാണ്. രണ്ടു വട്ടം ആലോചിക്കാതെ ഇരു കൈയും നീട്ടിയ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്ത് RSSന്റെ ഹൃദയത്തിൽ ഇടം നേടിയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. അദ്ദേഹത്തെയും തോൽപ്പിക്കുന്ന RSS വിധേയത്വത്തിന്റെ ആൾരൂപമായി KPCC പ്രസിഡന്റ് നിൽക്കുന്നു. അദ്ദേഹം പരസ്യമായി പറയുന്നു, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും. പരസ്യമായി പറഞ്ഞതാണ്. അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ അയച്ചിട്ടുണ്ട്. ഈ കേരളം കേട്ടതല്ലേ? ഇവരാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത്. ഈ കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSSുമായി ചേർന്ന് നിന്ന് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ, കേരളത്തെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസിനെ ഇപ്പോ മറ്റൊരു വർഗീയത കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതേതാണ് ആ വർഗീയത? ഏത് വർഗീയതയും നിറഭേദങ്ങൾക്കപ്പുറം നാടിന്റെ ഭാവിയെ കരുതി എതിർക്കേണ്ടതാണ് എന്ന നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വർഗീയതയും അതേത് നിറത്തിൽപ്പെട്ടതായാലും എതിർത്തേ മതിയാവൂ. ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയെ കൂടുതൽ ശക്തിയായി നാം എതിർക്കുന്നു. അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് എതിർപ്പ് കുറവ് എന്നല്ല. വിചിത്രമെന്ന് പറയട്ടെ, സംഘപരിവാർ വർഗീയതയ്ക്ക് പലപ്പോഴും വളരാൻ വെള്ളവും വളവും കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയത, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത, ആ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ്. അതാണ് വിചിത്രം, ഭയാനകം. നാടിന്റെ ഭാവിക്കുമേൽ ഈ വർഗീയ ശക്തികൾ അപകടകരമായ വെല്ലുവിളി ഉയർത്തുന്നു. ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ ഈ വർഗീയ ശക്തികളെല്ലാം ഏതാണ്ട് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്. ഞാനതെല്ലാം ഏറെ സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല. ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാലക്കാട്ടെ MLA പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, MLAമാരും മന്ത്രിമാരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല എന്ന നിലപാട് ഒരു കാലത്തും നാം സ്വീകരിച്ചിട്ടില്ല. മത്സരിക്കാം, ജനപ്രാതിനിധ്യ നിയമപ്രകാരവും അതിന് തടസ്സമില്ല. പക്ഷേ ഈ നാടിന് ചില അനുഭവങ്ങളുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതെന്താണ്? ഏതെങ്കിലും ഒരു MLA, ഒരു മന്ത്രി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കൈവിട്ടുപോയ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള അത്ര പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പിലാണ്, അല്ലേ? അങ്ങനെയാണ് മത്സരിച്ചിട്ടുള്ളത്. ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിച്ചത് ഇടതുപക്ഷത്തിന് കൈവിട്ടുപോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന രാഷ്ട്രീയ ദൗത്യവുമായാണ്. പാലക്കാട്ടെ MLA വടകരയിൽ പോയി മത്സരിച്ചതോ കോൺഗ്രസിന് കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാനാണോ? കോൺഗ്രസിന്റെ MP അല്ലേ അവിടെ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അല്ലേ ജയിച്ചത്? കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം, 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം. കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, പ്രചരണം ആരംഭിച്ചു, മുന്നോട്ട് പോയി. പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പാലക്കാട്ടെ MLAയെ നിയോഗിച്ചു. എന്തിന്? കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി. എന്തിന്? അതിന്റെ പിന്നിൽ അധാർമികമായ ഒരു രാഷ്ട്രീയ കച്ചവടമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി. തൃശൂരിൽ BJPയും കോൺഗ്രസും
ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു. കച്ചവടം ലളിതം. 1,00,000 വോട്ട് കോൺഗ്രസ് BJPക്ക് കൊടുക്കും. 1,00,000 വോട്ട്. താമര അടയാളത്തിൽ BJPക്ക് ഒരാളെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു കൊടുക്കും. പകരം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും BJP തിരിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇതായിരുന്നു കരാർ. ആ കരാറിന്റെ വേദിയിലേക്ക് ഒരു ബലിയാടായി കൊണ്ടുപോയി മുരളീധരനെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വടകരയിൽ നിന്ന് എന്തിന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി? അതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശക്തി. തൃശൂരിൽ 1,00,000 വോട്ട് BJPക്ക് വിറ്റ് അവരെ ജയിപ്പിക്കുമ്പോ അവിടെ കോൺഗ്രസിനൊരു ബലിയാടിനെ വേണം. അങ്ങനെയെങ്കിൽ ആ ബലിയാട് കെ കരുണാകരന്റെ മകൻ തന്നെയാവട്ടെ എന്ന് VD സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ തീരുമാനിക്കുന്നു. ഈ കഥയെന്നറിയാതെ മുരളീധരൻ അവിടെ പോയി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 86,000 വോട്ട് കോൺഗ്രസ് BJPക്ക് സുഗമമായി കൈമാറി. ഇടതുപക്ഷത്തിനോ ഒരൊറ്റ വോട്ട് നമുക്ക് കുറഞ്ഞില്ല. 16,000-ൽ പരം വോട്ട് കൂടുതലായി പിടിച്ചു. എന്തു കാര്യം? 16,000-ൽ പരം വോട്ട് കൂടുതലായി നാം പിടിക്കുമ്പോ 86,000 വോട്ട് കോൺഗ്രസ് BJPക്ക് വിറ്റു. 73,000 വോട്ടിന് BJP ജയിച്ചു. കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുണ്ടായതിനു ശേഷം തൃശൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. കെ മുരളീധരൻ അപമാനിതനായി, ദയനീയമായി പരാജയപ്പെട്ടു. DCC ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി. ഒട്ടനവധി നേതാക്കന്മാർക്ക് പരിക്കേറ്റു. ചിലരോടി രക്ഷപ്പെട്ടു. DCC ഓഫീസ് അടച്ചുപൂട്ടി. കെ മുരളീധരൻ പറഞ്ഞു, ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം. കോൺഗ്രസും BJPയും തമ്മിലുണ്ടാക്കിയ അധാർമികമായ വോട്ട് കച്ചവടത്തെ തുടർന്ന് ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രം വോട്ട് കൊണ്ടാവില്ല, കോൺഗ്രസിലെ ഗണ്യമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടായിരിക്കും. ഇപ്പൊ ചില ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ, നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്? ഇടതുപക്ഷം എന്തേ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല? അവരോട് പറയാനുള്ള മറുപടി, ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്, അവരോട് പറയാനുള്ള മറുപടി, ഇടതുപക്ഷത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ P. സരീൻ, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഈ സ്വന്തം സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനാണ്. പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാട്ടിലെ ഏതൊരു വോട്ടർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന സർവസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി. അതിനെന്തിനാ നിങ്ങൾ ബേജാറാവുന്നത്? ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വതന്ത്രരെ അംഗീകരിച്ചിട്ടുണ്ട്, അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്, ഈ നാടിന്റെ സാരഥികളായി മാറ്റിയിട്ടുമുണ്ട്. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 957 EMS ഗവൺമെന്റിൽ EMSന്റെ ഇടത്തും വലത്തും വരുന്നവരെല്ലാം സ്വതന്ത്രരായിരുന്നില്ലേ? ഡോക്ടർ AR മേനോൻ AICC അംഗമായിരുന്നില്ലേ? കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഡോക്ടർ AR മേനോൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഈ പാലക്കാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി സ്ഥാപിച്ചത് ഡോക്ടർ AR മേനോൻ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് എന്നൊരു കഴിഞ്ഞ വേദിയിൽ നമ്മുടെ ഒരു സഖാവ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ലോകോത്തരമായ ആതുര ശുശ്രൂഷ രംഗത്തിന്റെ അസ്ഥിവാരമിട്ട ഡോക്ടർ AR മേനോൻ ഒരു സ്വതന്ത്രനായിരുന്നു. ജസ്റ്റിസ് കൃഷ്ണയ്യർ, പിന്നീട് ജസ്റ്റിസ് ആയ കൃഷ്ണയ്യർ സ്വതന്ത്രനായിരുന്നില്ലേ? ജോസഫ് മുണ്ടശ്ശേരി സ്വതന്ത്രനായിരുന്നില്ലേ? സ്വതന്ത്രരുടെ പ്രൗഢമായ ആ നിര അങ്ങനെ നീണ്ടുപോകുന്നു. ഞാൻ എല്ലാവരെയും ഇവിടെ വിശദീകരിക്കുന്നില്ല. അക്കൂട്ടത്തിൽ 1-2 പേർ വഴിതെറ്റിപ്പോയിട്ടുണ്ടാവാം. അതല്ല കേരളത്തിന്റെ ചരിത്രം. കേരളത്തിന്റെ ചരിത്രം ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന സ്വതന്ത്രർ ഈ നാടിന്റെ പ്രിയങ്കരായി മാറി, നാടിന്റെ നേതൃത്വമായി മാറിയ അനുഭവമാണ് നമുക്കുള്ളത്. അവിടെ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സരിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് അവതരിപ്പിക്കുമ്പോ ആ സരിന് പിന്തുണയുമായി ആദ്യം വന്നത്
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്. ഒറ്റ മാസത്തിനിടയിൽ 9 കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുമായി കടന്നു വന്നു. അവരിൽ ജില്ലാ സെക്രട്ടറിയുണ്ട്, സംസ്ഥാന സെക്രട്ടറിയുണ്ട്, മണ്ഡലം സെക്രട്ടറിയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ച നേതാക്കന്മാരുണ്ട്. വെറുതെ വന്നതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു കത്ത് പുറത്തു വന്നില്ലേ? ഏത് കത്ത്? DCC നേതൃത്വം AICCക്ക് അയച്ച കത്ത്. ആ കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. കത്തിന്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ മത്സരിപ്പിക്കണം എന്ന് പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിന്റെ പിന്നിലുള്ള കാരണമാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. തൃശൂരിൽ BJPയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അധാർമികവും അവിശുദ്ധവുമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഇരയാണ് കെ മുരളീധരൻ. അപമാനിതനായ, കാലുവാരി പരാജയപ്പെടുത്തപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ മകന് ഒരു പ്രായശ്ചിത്തമെന്ന പോലെ ഈ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടത്. ആ കത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടിട്ടാണ് ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. അപ്പോഴാണ് ഈ കത്ത് പുറത്തു വന്നത്. കത്ത് എങ്ങനെ പുറത്തു വന്നു? മാധ്യമങ്ങളിലൂടെ കത്ത് എങ്ങനെ പുറത്തു വന്നു? നമ്മൾ വിചാരിച്ചാൽ കത്ത് പുറത്തു വിടാൻ പറ്റുമോ? നമ്മുടെ കയ്യിലൂടെ കടന്നുപോയ കത്തല്ലല്ലോ. കത്തിന് സ്വന്തം തീരുമാനിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് പുറത്തു വരണം, അങ്ങനെ കത്ത് തീരുമാനിച്ചു വന്നാണോ? കത്ത് എങ്ങനെ പുറത്തു വന്നു? പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതൃത്വം പുറത്തു വിട്ടതാണ്. എന്തിനു പുറത്തു വിട്ടു? അതൊരു സന്ദേശമാണ്. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്കും ബഹുജനങ്ങൾക്കുമുള്ള സന്ദേശം. എന്താ സന്ദേശം? ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി, ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി അത് കെ മുരളീധരനാണ്. എന്നാൽ ഞങ്ങളുടെ ആവശ്യത്തിനും ആഗ്രഹത്തിനും, പാലക്കാട്ടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യത്തിനും ആഗ്രഹത്തിനും പുല്ലുവില കൽപ്പിക്കാതെ അഹങ്കാരത്തിന്റെ ആൾരൂപമായ ഒരു പെട്ടി തൂക്കിയ ഇതാ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പാലക്കാട്ടെ DCC നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് അറിയിച്ചതാണ് ഈ കത്ത് പുറത്തുവിട്ടതിലൂടെ. മറ്റൊരർത്ഥത്തിൽ ഞങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ DCCയുടെ പിന്തുണ ഇപ്പം മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കല്ല എന്ന കാര്യം ഭംഗന്തരേണ ഈ നാട്ടിലെ വോട്ടർമാരുടെ മുൻപിൽ വിശദീകരിച്ചതാണ് ആ കത്ത് പുറത്തുവിട്ടതിലൂടെ. അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, നേതൃതലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയുമായി കടന്നു വന്നിട്ടുള്ളത്. അത് കോൺഗ്രസ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. കാരണം കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നയാൾ BJPയുടെ പാരമ്പര്യമുള്ള ഒരാളായിരുന്നില്ല. ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു രാഷ്ട്രീയ വ്യക്തിത്വവുമായിരുന്നില്ല. അതിനപ്പുറത്ത് ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയിൽ സംഭാവനകൾ അർപ്പിച്ച ഒരാൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും കുറച്ചു വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ വോട്ടൊന്നും BJPയുടെ പെട്ടിയിൽ വീഴുന്ന വോട്ടല്ല. എന്നാൽ ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കും മാത്രമല്ല, അങ്ങനെയല്ലാത്തവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പൊതു വ്യക്തിത്വം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറി. അതാണ് ബേജാർ ഇവർക്ക്. സരിന്റെ പ്രത്യേകത എന്താണ്? സരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും ഉയർന്ന അക്കാദമിക് യോഗ്യതയുള്ളയാൾ ഡോക്ടർ P. സരിനാണ് എന്നതാണ്. അദ്ദേഹം MBBS പാസ്സായ ഒരു ഡോക്ടറാണ്. അതിനുശേഷം സിവിൽ സർവീസ് നേടി കേരളത്തിന്റെ DAG ആയി നിയമിക്കപ്പെട്ടു. അതിനു മുൻപ് കർണാടകയിൽ DAG എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ എന്നാണ്. ഉന്നതമായ ഒരു പദവി, ലക്ഷങ്ങൾ ശമ്പളം, സർക്കാരിന്റെ കാറ്, ഗവൺമെന്റ് കൊടുക്കുന്ന വീട്, ഗവൺമെന്റ് നിയോഗിക്കുന്ന
അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പേഴ്സണൽ അസിസ്റ്റന്റുമാർ എന്ന് വെച്ചാൽ രാജകീയമായ സൗകര്യങ്ങളുടെയും അധികാരങ്ങളുടെയും അകമ്പടിയുള്ള അത്യുന്നതമായ ഒരു പദവി. ആ പദവിയിൽ വളരെ ചെറുപ്പക്കാരനായിരിക്കുമ്പോഴേ നിയോഗിക്കപ്പെട്ടയാൾ. എന്നാൽ ഈ രാജകീയമായ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും വരുമാനവുമെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു രൂപ പോലും പ്രതിഫലമായി ലഭിക്കാനിടയില്ലാത്ത പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നു, നിസ്വാർത്ഥനായി കടന്നു വന്നു. ഈ വാർത്ത കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് അവിശ്വസനീയത തോന്നി അന്ന്. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ട്, രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം നമ്മുടെ കാലത്ത് ലക്ഷങ്ങളുടെ പ്രതിഫലവും സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ത്യാഗമനസ്ഥിതിയോടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഒരു ഉശിരനായ ചെറുപ്പക്കാരൻ കടന്നു വരുന്നുവെങ്കിൽ എന്നെ അന്ന് അലട്ടിയത്, അങ്ങനെ മനസ്ഥിതിയുള്ള ഒരാൾ ഇടതുപക്ഷത്തേക്കല്ലേ വരേണ്ടിയിരുന്നത്, ഇയാൾക്ക് ഇത് എന്തു പറ്റി, ഇയാൾ എന്താണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ് അവിശ്വസനീയതയോട് അന്ന് ചിന്തിച്ചത്. എന്നാൽ ഒരല്പം വൈകിയാണെങ്കിലും ഡോക്ടർ പി സരീൻ ടെലിവിഷൻ ചാനലുകൾ, ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ കേരളത്തെ ചൂണ്ടി ലോകത്തിന്റെ മാതൃക എന്ന് പറയുകയാണ്. വേൾഡ് ബാങ്ക് സമീപകാലത്ത് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ കേരളം എന്ന നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ് എന്നാണ്. ലോകത്തിന്റെ വിളക്കുമരമാണ് കേരളം എന്നാണ്. കേരളത്തെ പുകഴ്ത്തുന്നു. കെ ഫോണിന്റെ കാര്യത്തിൽ, ഇവിടെ ആവിഷ്കരിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയുടെ കാര്യത്തിൽ ഒക്കെ. പക്ഷേ ആരെയും അസൂയപ്പെടുത്തും വിധം ലോകരാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ച പുകൾപെറ്റ വികസന നേട്ടങ്ങളുടെ മുന്നിൽ പക്ഷേ നമ്മെ നാണം കെടുത്തുന്ന ഒരു നാടായി ഈ പാലക്കാട് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി. നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം കെയ്റോയിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് നമ്മുടെ മേയർ ആ അവാർഡ് ഏറ്റുവാങ്ങി. ഇന്ത്യയിൽ മറ്റൊരു കോർപ്പറേഷനും അങ്ങനെ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിന്റെ നെറുകയിലാണ് കേരളം, തിരുവനന്തപുരം കോർപ്പറേഷൻ. എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശം മുനിസിപ്പാലിറ്റിക്ക് ഒരു അവാർഡ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആ അവാർഡ് ഏറ്റുവാങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ലാ കേന്ദ്രം ഏത് എന്ന് ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെറുപ്പക്കാർ കുറിച്ചു വെച്ചോളൂ, ഉത്തരം പാലക്കാട് എന്നാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കേരളത്തിൽ ടൗൺ ഹാൾ ഇല്ലാത്ത ഒരേ ഒരു ജില്ലാ കേന്ദ്രം. ടൗൺ ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോ ഒരു കാട്
വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. നഗരമധ്യത്തിൽ ടൗൺ ഹാളിന് പകരം ഒരു ഫോറസ്റ്റ് സൃഷ്ടിച്ച നഗരസഭയാണ് നമ്മുടെ നഗരസഭ. ടൗൺ ഹാൾ മാത്രമല്ല, സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ്, ഏതൊരു നഗരത്തെയും അടയാളപ്പെടുത്തുന്ന വികസനത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാൽ പാലക്കാട്ടെ മനുഷ്യരെ നാണം കെടുത്തുന്നു പാലക്കാട്ട് നഗരസഭ. മാലിന്യങ്ങൾ വലിച്ചെറിയുകയല്ലാതെ മനുഷ്യർക്കൊരു പോംവഴിയില്ലാത്ത നഗരസഭയായി പാലക്കാട്ട് നഗരസഭ മാറി. ഇങ്ങനെ മലയാളികളാണ് എന്ന് പുറത്തു പറയാൻ കഴിയാത്ത ഒരു അപമാനത്തിൽ പാലക്കാട്ടുകാരെ എത്തിച്ച ഒരു നഗരസഭയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവുമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയും BJP-യും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. BJP ഇതിന് കണക്ക് പറയേണ്ടി വരും. പാലക്കാട്ടെ ജനങ്ങളോട് പാലക്കാട്ട് നഗരസഭയുടെ ഈ പരാജയം ആ മുനിസിപ്പാലിറ്റിയിലുള്ളവരെ മാത്രമല്ല ബാധിക്കുക, അതിന്റെ സമീപ പഞ്ചായത്തുകളെയും പാലക്കാട് ജില്ലയെ മൊത്തത്തിലും ഇത് ദോഷകരമായി ബാധിക്കും. ആ കണക്കുകൂടി തീർക്കാനുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുന്ന സ്റ്റെതസ്കോപ്പാണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.